നമസ്കാരം. കുന്നത്തുനാട്ടിലെ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന വിഷയം സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ കുന്നത്തുനാടിന്റെ മുൻ MLA ആയിരുന്ന VP സജീന്ദ്രൻ നൽകിയ ഒരു കേസ് വരികയുണ്ടായി. കഴിഞ്ഞ 2024 നൽകിയ കേസ് 26 പ്രാവശ്യം ഹിയറിംഗിന് വിളിച്ചിട്ടും കോടതിയും സർക്കാരും എതിർകക്ഷിയായ എന്റെ വക്കീലും തയ്യാറായിട്ടും സജീന്ദ്രൻ തന്നെ നൽകിയ കേസിൽ സജീന്ദ്രൻ തന്നെ കോടതിയിൽ നിന്ന് ഒളിച്ചുകൂടുന്ന വലിയൊരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിനെതിരെ 2020 കോവിഡിന്റെ സമയത്ത്, കോവിഡ് മഹാമാരി സമയത്ത് ഇവിടെ കിറ്റ് വിതരണത്തിൽ നടത്തിയ അഴിമതിക്കെതിരെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു കേസുണ്ട്. കോവിഡിന്റെ അതിവ്യാപനം കൊണ്ട് ലോകം തന്നെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു കാലം. ആ സമയത്ത് അന്നത്തെ കുന്നത്തുനാട് MLA ആയിരുന്ന VP സജീന്ദ്രൻ കൊച്ചിൻ റിഫൈനറിക്ക് നൽകിയ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിൻ റിഫൈനറി ലക്ഷക്കണക്കിന് രൂപ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് നൽകി. ആ താലൂക്ക് സപ്ലൈ ഓഫീസർ ഭക്ഷ്യധാന്യങ്ങൾ എവിടെ വിതരണം ചെയ്തു എന്നറിയാൻ വേണ്ടി നൽകിയ വിവരാവകാശ രേഖയിൽ പറയുന്നു, അതിൽ 8 പഞ്ചായത്തുകളിലായിട്ടാണ് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തിരിക്കുന്നത്. 8 പഞ്ചായത്തുകളിൽ നമ്മൾ നൽകിയ വിവരാവകാശത്തിൽ രേഖകൾ പറയുന്നു 8 പഞ്ചായത്തുകളിലും അങ്ങനെ ഒരു ഭക്ഷ്യധാന്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും വിതരണം നടത്തിയിട്ടില്ലെന്നും 8 പഞ്ചായത്ത് സെക്രട്ടറിമാർ ഒരേ സ്വരത്തിൽ പറയുന്നു. ഈ രേഖകളെല്ലാം വെച്ച്, വിവരാവകാശ രേഖകളും മറ്റു രേഖകളെല്ലാം വെച്ച് നമ്മൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയെ സമീപിക്കുകയും വിജിലൻസ് കോടതി രേഖകൾ പരിശോധിച്ച് കുന്നത്തുനാട് MLAക്കെതിരെ കേസെടുക്കണമെങ്കിൽ സർക്കാർ അനുമതി വേണം എന്ന ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൽ അപേക്ഷ നൽകുകയും സർക്കാർ 2023 VP സജീന്ദ്രനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകുകയും ചെയ്തു. വീണ്ടും കോടതിയെ സമീപിച്ച് കോടതിയിൽ അനുമതി പത്രം സമർപ്പിച്ചപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം കുന്നത്തുനാട് MLA ആയിരുന്ന VP സജീന്ദ്രനെതിരെ എറണാകുളം റേഞ്ച് സൂപ്രണ്ട് ഓഫ് പോലീസ് 1-ാം പ്രതിയായിട്ട് വിജിലൻസ് കേസ്, കുന്നത്തുനാട് MLA ആയിരുന്ന VP സജീന്ദ്രനെ പ്രതിയാക്കി എറണാകുളം വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തു. 10 വർഷക്കാലം കുന്നത്തുനാടിന്റെ MLA ആകുന്ന സമയത്ത് വെറും 32 ലക്ഷം രൂപ സ്വന്തം ആസ്തിയുണ്ടെന്ന് കേരള ഗവർണർക്ക് അദ്ദേഹം സമർപ്പിക്കുകയും 5 വർഷം കഴിഞ്ഞ് അതേ ഗവർണറുടെ അടുത്ത് VP സജീന്ദ്രന്റെ സ്വത്ത് വിവരം ചോദിക്കുമ്പോൾ അത് 10,50,00,000 രൂപയിലേക്ക് ഉയർന്നു. 5 വർഷം കൊണ്ട് ഈ 32 ലക്ഷം രൂപ 10,50,00,000 ഉയർത്തിയ ആ മാജിക്ക് കുന്നത്തുനാട്ടിലെ ജനങ്ങളോടൊന്ന് പറയണം. അവർക്കും അറിയണ്ടേ സജീന്ദ്ര ഈ സ്വത്ത് വർദ്ധിപ്പിക്കാനുള്ള രീതി. സജീന്ദ്രന്റെയും PAയുടെയും കോലഞ്ചേരി കാനറ ബാങ്കിലേക്ക് വന്ന ലക്ഷങ്ങളുടെ കണക്കും സജീന്ദ്രൻ കുന്നത്തുനാട്ടിലെ ജനങ്ങളോട് പറയണ്ടേ സജീന്ദ്ര. കോവിഡ് വ്യാപന സമയത്ത് പാവപ്പെട്ടവർക്ക് നൽകിയ ഭക്ഷ്യധാന്യത്തിൽ വരെ അഴിമതി കാണിച്ച് കുന്നത്തുനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ച നിങ്ങൾക്കെതിരെ ഇന്നൊരു വിജിലൻസ് കേസ് നിൽക്കുന്നുണ്ട്. ഈ കേസിന് ആസ്പദമായ സംഭവങ്ങളും രേഖകളും തെറ്റാണെന്ന് തെളിയിക്കാൻ കുന്നത്തുനാട്ടിലെ ഓരോ UDF പ്രവർത്തകനെയും നമ്മൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ആർക്കു വേണമെങ്കിലും രേഖകൾ സഹിതം ഈ വിഷയങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാം. എങ്ങനെ UDF പ്രവർത്തകൻ തെളിയിക്കും? കഴിഞ്ഞ 5 വർഷമായി ഇതിന്റെ പരാതി കോടതിയിൽ നൽകിയിട്ട് ഈ 5 വർഷത്തിനിടയ്ക്ക് ഈ കേസ് തെറ്റാണെന്നും എന്റെ കൈകൾ ശുദ്ധമാണെന്നും തെളിയിക്കാൻ 5 വർഷക്കാലം സമയമുണ്ടായിട്ട് അതുപോലും ചെയ്യാൻ സജീന്ദ്രന് സാധിച്ചില്ല. സജീന്ദ്രന്റെ സ്വത്ത് വിവരങ്ങളും ഈ അഴിമതിയും കുന്നത്തുനാട്ടിലെ ജനങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി വിലയിരുത്തണമെന്നാണ് എൻ്റെ അപേക്ഷ.